മൈ ഡാർലിംഗ്, സന്തോഷം കൊണ്ട് എനിക്ക് വയ്യായേ. എന്റെ പൊന്നും കുരിശ് മുത്തപ്പ, എന്റെ ചങ്കിനിതാ കൺവെട്ടത്തെത്തിച്ചല്ലോ. താങ്ക് യു സോ മച്ച്. എടി പെണ്ണെ പറ, നീ എപ്പോ വന്നു? ഇന്നലെ വന്നതാ വീട്ടില്. എന്നിട്ട് ഇപ്പൊ എങ്ങോട്ടേക്കാ? തിരിച്ചു പോവാ. എന്നെ ഒന്ന് വിളിക്കാതെയും കാണാതെ അല്ലേ? എത്ര നാളായടി നമ്മളൊന്ന് കണ്ടിട്ട്. എവിടെയായിരുന്നടി നീ? ജോബ്, കരിയർ എന്നൊക്കെ പറഞ്ഞ് ഒരു വാക്ക് പറയാതെ എവിടേക്കോ പറന്നു പോയിട്ട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് പോലും ഇല്ലല്ലോ. ഇഷ്ടത്തി എങ്ങനെ കഴിഞ്ഞു നിനക്കതിന്? എത്ര അടിച്ചു പൊളിച്ച് തകർത്ത് ജീവിച്ചതാടി നമ്മൾ ഒരുമിച്ച്. അതൊക്കെ നീ മറന്നു അല്ലേ? ടെൽ മീ, വാട്ട് ഹാപ്പൻ ടു യു? എന്താ നീ ഇങ്ങനെ മാറിപ്പോയത്? ഐ വോണ്ട് ടു നോ എവരിത്തിങ്. വിസ്മയ, എന്താ നീ ഒന്നും പറയാത്തെ? നിന്റെ ഈ സൈലൻസും കുറെ നാളുകൾക്ക് ശേഷം എന്നെ കണ്ടിട്ടും ഹാപ്പി അല്ലാത്ത ഈ നിൽപ്പും കാണുമ്പോ എനിക്കെന്തോ പേടി തോന്നുക. എന്താ നിന്റെ ഇഷ്യൂ? ഒന്ന് മനസ്സ് തുറക്കടി പ്ലീസ്. ഇഷ്യൂ ഒന്നുമില്ല റബേക്ക. നിനക്കെൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അറിയാലോ. ഒരു ജോബ് അത്യാവശ്യമാണെന്ന സാഹചര്യം വന്നു. പെട്ടെന്നൊരെണ്ണം ഒത്തു വന്നപ്പോൾ ആരോടും പറയാതെ പോവേണ്ടി വന്നു. ഐ എം റിയലി സോറി. നിന്നെ വിളിക്കണമെന്ന് ഓർത്തിട്ട് പറ്റിയില്ല. ഇവിടുന്ന് പോയ ശേഷം അത്ര ബിസിയായിരുന്നു ഞാൻ. എന്ത് ജോലിയാണെന്ന് പറഞ്ഞേ നീ? വലിയൊരു ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്മെന്റ്സിലാ. ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുമ്പോൾ ഡോക്ടറായിട്ടോ? അതെങ്ങനെ? അവിടെ ഒരു നല്ല മെഡിക്കൽ ടീമുണ്ട്. ഇപ്പോൾ അവരുടെ സപ്പോർട്ടിനായിട്ട് നിൽക്കുക. പുതിയ ഹോസ്പിറ്റൽ തുടങ്ങുന്നതിൻ്റെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിനിടയിൽ ടൈം കണ്ടെത്തി മിസ്സായ എക്സാം എഴുതിയെടുക്കണം. അതിനുശേഷം ഡോക്ടറായിട്ട് തന്നെ ജോയിൻ ചെയ്യാന്ന കരാറ്. അല്ല, നീ നിന്റെ വിശേഷമൊന്നും പറഞ്ഞില്ല. PG ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാ? ജോയിൻ ചെയ്തോ നീ? ഇല്ല, സമയമാകുന്നല്ലേ ഉള്ളൂ. ആദ്യം റിസൾട്ട് വരട്ടെ. സത്യം പറഞ്ഞാ നിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത. നീ പറഞ്ഞതിലൊക്കെ എന്തോ പൊരുത്തക്കേടുള്ളതുപോലെ. നീ ഇങ്ങോട്ട് വന്നേ. എന്താ റബേക്ക? നിന്റെ ആറ്റിറ്റ്യൂഡ്, ബോഡി ലാംഗ്വേജ് എല്ലാം മാറിയിട്ടുണ്ട്. നിനക്ക് വല്ല ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ? ഏയ്, എന്ത് ഫിസിക്കൽ പ്രോബ്ലം? ഒന്നുമില്ല. ചുമ്മാ കള്ളം പറയണ്ട. ഞാനൊരു ഡോക്ടറാണെന്ന് മോള് മറക്കണ്ട. നിനക്ക് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് ബോഡി കണ്ടാലറിയാം. നല്ല മെന്റൽ ട്രോമയെ അനുഭവിക്കുന്നുണ്ട് നീ. എടി, വല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറ. അല്ലെങ്കിൽ വാ, നമുക്ക് മമ്മിയുടെ അടുത്തേക്ക് പോവാം. നിന്റെ ഡോക്ടർ അമ്മയ്ക്കും ഉണ്ടാവും നീ വിളിക്കാത്തതിലും ചെന്ന് കാണാത്തതിലും പരാതി. അതങ്ങ് സോൾവ് ചെയ്യാം. എന്താ, എന്റെ വീട്ടിലേക്ക് പോയാലോ നമുക്ക്? ഏയ്, ഇപ്പൊ വേണ്ടടി. പോയിട്ട് ഒരുപാട് ജോലികൾ തീർക്കാനുണ്ട്. നെക്സ്റ്റ് ടൈം ഉറപ്പായി നിന്റെ വീട്ടിൽ വരും. ശരി, ഓക്കെ. നിന്റെ ഇഷ്ടം പോലെ ചെയ്. ഞാനെന്നാ പോട്ടെ. ഇപ്പൊ ചെന്നാ ഒരു വണ്ടിയുണ്ട്. ഏയ്, നിക്ക്. നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമല്ലേ നീ വീട്ടിൽ വന്നത്? ഇനിയെങ്കിലും അല്പം റിസ്ക് എടുത്താണെങ്കിലും നീ ഇടയ്ക്കിടയ്ക്ക് കുടുംബത്തിലേക്ക് ചെല്ലണം. അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്കൊക്കെ സങ്കടാവും. നിന്റെ വിനയേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്ന ശേഷം വല്ലാതെ അപ്സെറ്റായി ഒരു ദിവസം വീട്ടിൽ വന്നിരുന്നു. നിന്റെ വിവരങ്ങളൊന്നും അറിയാതെ വല്ലാത്തൊരു വെപ്രാളത്തിലും അടക്കാൻ പറ്റാത്ത വേദനയിലുമായിരുന്നു വിനയേട്ടൻ. വീട്ടുകാരെ ഇനിയെങ്കിലും വേദനിപ്പിക്കാതിരിക്കണം വിസ്മയ. വല്ലാതെ അപ്സെറ്റായി നിന്റെ നാത്തൂനും വീട്ടിൽ വന്നിരുന്നു, രോഹിണി ചേച്ചി. മമ്മിയുടെ അടുത്ത് കൺസൾട്ടിങ്ങിന് വന്നതാ രോഹിണി ചേച്ചി. മമ്മിയും ചേച്ചിയും തമ്മിൽ പേഴ്സണലായി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. രോഹിണി ഏട്ടത്തിയുടെ ഡോക്ടർ അന്ന ഡോക്ടർ അല്ലല്ലോ. പിന്നെന്തിനാ ഡോക്ടറുമ്മയെ കാണാൻ ഏട്ടത്തി പോയത്? പോകാൻ നേരത്ത് മമ്മി രോഹിണി ചേച്ചിയുടെ കയ്യിൽ എന്തോ ടാബ്ലറ്റ് കൊടുത്ത് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഉപയോഗിക്കണമെന്ന് പറയുന്നത് കേട്ടു. ടാബ്ലറ്റോ? അതെ, ചേച്ചിക്കുള്ള വല്ല മെഡിസിനും ആയിരിക്കും. രോഹിണി ഏട്ടത്തി ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് ഡോക്ടറമ്മയുടെ അടുത്ത് നിന്ന് മരുന്ന് വാങ്ങേണ്ട കാര്യം എന്താ? ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അല്ല, നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഇല്ല, ഒന്നുമില്ല. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ.
ഇനി വരുമ്പോ വിളിക്കാം ഞാൻ. ഇതെന്റെ പഴയ വിസ്മയല്ല. അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അത് കണ്ടുപിടിച്ചേ പറ്റൂ.